ലിറ്റിൽ ഇന്ത്യയിലെ പൊങ്കലിൻ്റെ സെലിബ്രേഷൻ എങ്ങനെയൊക്കെയാണെന്ന് കാണാൻ വന്നതാട്ടോ ഞാൻ. ഇപ്പോൾ 2 ദിവസമായിട്ട് സിംഗപ്പൂർ നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോഴും നല്ല മഴയാണ്. മഴയായതുകൊണ്ട് ഇന്ത്യൻ ഹെറിറ്റേജ് സെൻറ്ററിന് മുമ്പിലുണ്ടായിരുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ മാറ്റി വെച്ചു കേട്ടോ. ഈ സരങ്കോൺ റോഡിൽ ദീപാവലിയുടെ ലൈറ്റിംഗ് ഒക്കെ മാറ്റിയിട്ട് പൊങ്കലിനെ വരവേൽക്കാനായിട്ടുള്ള ലൈറ്റിങ്സ് ആണ് ആ റോഡ് മുഴുവൻ. നമുക്ക് ഓണം പോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ. നമ്മൾ ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് ഓണം ആഘോഷിക്കുന്ന പോലെ തമിഴ്നാട്ടിലെ ജനകീയ ഉത്സവമാണ് പൊങ്കൽ. പൊങ്കൽ എന്ന വേർഡിൻ്റെ അർത്ഥം വേവിച്ച അരി എന്നാണ്. ഇന്ത്യൻ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടത്. തമിഴ്നാട്ടിൽ പരമ്പരാഗതമായിട്ട് അവർ പൊങ്കലിനൊക്കെ എന്താ ചെയ്യണേ അതിൻ്റെയൊക്കെ ഒരു ഡെമോ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിളവെടുപ്പ് ഉത്സവമായി അറിയപ്പെടുന്ന ഈ പൊങ്കലിന് കരിമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. തൈപ്പൊങ്കൽ ദിവസം പുലർച്ചെ ചക്കര പൊങ്കൽ തയ്യാറാക്കാനായിട്ട് അടുപ്പൊരുക്കുന്നത് 3 നീളത്തിലുള്ള കരിമ്പുകൾ കൂട്ടിയുണ്ടാക്കുന്ന കൂടാരത്തിനകത്താണ്. അങ്ങനെയൊക്കെ ഇവിടെ ഡെമോ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാതും. പിന്നെ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ മ്യൂസിക് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി തമിഴ് പഴയ പാട്ടുകൾ. കുറച്ച് നേരം ഞാനതൊക്കെ കേട്ട് അവിടെ ഇരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ്, ഫേസ് പെയിൻറ്റിങ്, ഹെന്ന, അങ്ങനെ. പിന്നെ കുറേ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലെ വ്യൂ ആണ് ഇനിയൊക്കെ കാണുന്നത്. അപ്പോൾ സിംഗപ്പൂർ ലിറ്റിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് പൊങ്കലിൻ്റെ സെലിബ്രേഷൻ എന്നൊക്കെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ, മറക്കല്ലേ. Come